കൂർക്കപ്പെട്ടി എന്താണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കൂർക്കപ്പെട്ടി എന്ന് പറയുന്നത് നമ്മളുടെ കൂർക്ക വിത്ത് നട്ട് നമ്മൾ നഴ്സറി തയ്യാറാക്കുന്ന ഈ ബെഡിനെയാണ് നമ്മൾ കൂർക്കപ്പെട്ടി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, ചെറുതായിട്ട് ഇങ്ങനെ മണ്ണ് കൂട്ടി കൊടുക്കുക, അതിൽ കൂർക്ക വിത്തുകൾ നിശ്ചിത അകലത്തിൽ നമ്മൾ പാവി കൊടുക്കുക, ചെറുതായിട്ട് മണ്ണ് മൂടിയിട്ട് കൊടുക്കുക. മേടമാസം 1 വിഷു ഉണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്ന് തന്നെ അല്ലെങ്കിൽ പിറ്റേ ദിവസവും നമുക്ക് കൂർക്കപ്പെട്ടി തയ്യാറാക്കാം എന്നാണ് പറയുക. അപ്പോൾ അത് നട്ടതിന് ശേഷം ചെറിയ മഴയോ അല്ലെങ്കിൽ നമ്മൾ നനച്ചു കൊടുക്കുക. വളർച്ചയുടെ തോതനുസരിച്ച് ജൂൺ മാസമോ അല്ലെങ്കിൽ ജൂൺ പകുതിയോ അല്ലെങ്കിൽ ജൂലൈ മാസം ആദ്യമോ ഒക്കെ നമുക്ക് ഇതിൻ്റെ തലനുള്ളി നമുക്ക് അടുത്ത ബെഡിലേക്ക് കൂർക്ക കൃഷി ചെയ്യാനായിട്ട് നമുക്ക് നടാം. അപ്പോൾ ഇനി ഇത് ഈ പറഞ്ഞ പോലെ നമ്മൾ തലനുള്ളി കഴിഞ്ഞു, ഇനി പച്ചച്ചാണകം നല്ല രീതിയിൽ ഒന്ന് കലക്കി തളിച്ചു കൊടുക്കുക. അപ്പോൾ വീണ്ടും ഇത് നല്ല രീതിയിൽ കിളിർത്ത് വരും. അപ്പോൾ വീണ്ടും നമ്മൾക്ക് ഇതുപോലെ 15 ദിവസം കഴിയുമ്പോൾ തലനുള്ളി നടാം. വീണ്ടും ഇതുപോലെ തന്നെ പച്ചച്ചാണകം നമുക്ക് തളിച്ചു കൊടുക്കുക. അങ്ങനെ നമുക്ക് 3ഓ 4ഓ വട്ടമൊക്കെ ഇതിൻ്റെ തലനുള്ളി നമുക്ക് നടാം. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഒരു തലയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ നമ്മൾ വാങ്ങുകയാണെങ്കിൽ ഇതിന് 50 പൈസ മുതൽ 1 രൂപ വരെ ഇതിന് വിലയുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊന്നിനും നമ്മൾ പൈസ ചിലവാക്കേണ്ട കാര്യമൊന്നുമില്ല. കൃഷി ചെയ്യുന്ന അന്നല്ല ഇതിൻ്റെ തലയെക്കുറിച്ച് ആലോചിക്കേണ്ടത്. നമ്മൾ ഇതിന് മുൻപേ തന്നെ നമ്മൾക്ക് കൂർക്ക കൃഷി ചെയ്യണം, അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുൻപേ ആലോചിക്കുക. അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ കൃഷി ലാഭത്തിലേക്ക് എത്തിക്കാൻ പറ്റില്ല.